സത്യം പറഞ്ഞാൽ ജന്തർ മന്ദറിൽ CJP നടത്തിയ പ്രക്ഷോഭങ്ങളിൽ നിന്ന് പോലും ഒന്നും പഠിക്കാൻ മോദി സർക്കാർ തയ്യാറായിട്ടില്ല എന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ അക്കാദമിക് മികവിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും തങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ പരിശ്രമിക്കുന്ന യുവതലമുറയോട് കേന്ദ്ര സർക്കാരും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും ഇത്തരത്തിൽ ചെയ്യുമോ? പരീക്ഷകളുടെ വിശ്വാസം നിലനിർത്താൻ സാധിക്കാത്ത അധികാരികൾ ഇപ്പോൾ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി 7.5 കോടി രൂപയുടെ ടെൻഡർ വിളിച്ച് പ്രൊഫഷണൽ സുരക്ഷാ ഏജൻസികളെ നിയമിക്കാൻ ഒരുങ്ങുന്നുവെന്ന വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. എന്നാൽ പരീക്ഷകൾ നടന്ന് മാസം കഴിഞ്ഞിട്ടും ഫലപ്രഖ്യാപനം പോലും നടത്താനാകാതെ വിദ്യാർത്ഥികളെ വഞ്ചിക്കുന്ന ഇത്തരം സംവിധാനങ്ങൾക്ക് മുന്നിൽ കോടികളുടെ സുരക്ഷാ നാടകങ്ങൾ വിദ്യാർത്ഥികളെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. യഥാർത്ഥത്തിൽ മോദി ഭരണകൂടത്തിന്റെ കയ്യിൽ രാജ്യത്തെ കുട്ടികളുടെ ഭാവി ഒട്ടും ഭദ്രമല്ലെന്ന വലിയ തിരിച്ചറിവാണ് വർത്തമാനകാല സംഭവ വികാസങ്ങൾ നമുക്ക് നൽകുന്നത്. ഇത്തവണത്തെ ജൂൺ ഘട്ടത്തിലെ UGC നെറ്റ് പരീക്ഷ നടന്ന് ഒരു മാസം പിന്നിട്ടിട്ടും അതിന്റെ ഉത്തരസൂചികയെ പറ്റി ഒരു വിവരവും പുറത്തുവിടാൻ NTA തയ്യാറായിട്ടില്ല എന്നത് വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. ജൂൺ 22 മുതൽ 30 വരെ നടപ്പാക്കിയ ഈ പരീക്ഷയിൽ 7 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തിരുന്നത്. സാധാരണഗതിയിൽ ഇത്തരം ഉയർന്ന നിലവാരത്തിലുള്ള പരീക്ഷകൾ കഴിഞ്ഞ് 2 ആഴ്ചക്കുള്ളിൽ തന്നെ ഔദ്യോഗിക ഉത്തരസൂചിക പ്രസിദ്ധീകരിക്കുകയും ഒരു മാസത്തിനകം ഫലപ്രഖ്യാപനം പൂർത്തിയാക്കുകയും ചെയ്യുക എന്നതാണ് പതിവ് രീതി. എന്നാൽ മുൻകാലങ്ങളിലെ എല്ലാ കൃത്യതയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇത്തവണ വിദ്യാർത്ഥികളെ അനിശ്ചിതത്വത്തിൽ നിർത്തുന്ന സമീപനമാണ് അധികൃതർ സ്വീകരിച്ചിരിക്കുന്നത്. ജൂലൈ 17-18 തീയതികളിൽ നടന്ന സയൻസ് വിഷയങ്ങളുടെ UGC CSIR നെറ്റ് പരീക്ഷയുടെ സ്ഥിതിയും ഇതിൽ നിന്നും വ്യത്യസ്തമല്ല. 1.5 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ എഴുതിയ ഈ പരീക്ഷയുടെയും ഉത്തരസൂചികയോ ഫലപ്രഖ്യാപനമോ സംബന്ധിച്ച് യാതൊരുവിധ അറിയിപ്പുകളും നൽകാൻ അധികൃതർ കൂട്ടാക്കിയിട്ടില്ല. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകൾക്ക് തൊട്ടു പിന്നാലെയാണ് നെറ്റ് പരീക്ഷയിലും വലിയ രീതിയിലുള്ള അഴിമതികളും അപാകതകളും അരങ്ങേറിയത്. ഇംഗ്ലീഷ് പരീക്ഷയിൽ 2024 ചോദ്യക്കടലാസിലെ 67 ചോദ്യങ്ങൾ അതേപടി ആവർത്തിച്ചതും സോഷ്യോളജി പരീക്ഷയിൽ ധാരാളം അക്ഷരത്തെറ്റുകൾ വരുത്തിവെച്ചതും ഉദ്യോഗാർത്ഥികളെ സാരമായി ബാധിച്ചിരുന്നു. പ്രമുഖ സോഷ്യോളജിസ്റ്റുകളുടെ പേരുകളും അക്കാദമിക് പദങ്ങളും പോലും തെറ്റായി നൽകിയതും സിലബസിന് പുറത്തുനിന്നുള്ള ചോദ്യങ്ങൾ തിരികെ കയറ്റിയതും പരീക്ഷയുടെ നിലവാരത്തെ തന്നെ ചോദ്യം ചെയ്യുന്നവയാണ്. ഇതിനു പുറമെ സോഷ്യോളജി, കോമേഴ്സ്, സൈക്കോളജി, ജോഗ്രഫി തുടങ്ങി വിഷയങ്ങളുടെ ചോദ്യക്കടലാസുകൾ ചോർന്നുവെന്ന ശക്തമായ ആരോപണങ്ങളും ഉയർന്നിരുന്നു. പരീക്ഷാ നടത്തിപ്പിലെ ഈ അനാസ്ഥകൾക്കെതിരെ വിദ്യാർത്ഥികളും വിദ്യാഭ്യാസ വിദഗ്ധരും ഒരേപോലെ പ്രതിഷേധമുയർത്തിയിട്ടും തൃപ്തികരമായ മറുപടി നൽകാൻ NTA തയ്യാറായിട്ടില്ല. വിദ്യാർത്ഥികളുടെ ഭാവിയും ആഗ്രഹങ്ങളും വെച്ച് പന്താടുന്ന ഇത്തരം സമീപനങ്ങൾ എത്ര കടുത്ത തിരിച്ചടികൾ കിട്ടിയാലും തിരുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അനാസ്ഥയും വഞ്ചനയും തുടരുകയാണെങ്കിൽ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്ന അടുത്ത പ്രക്ഷോഭം മോദി ഭരണകൂടത്തിന്റെ അടിത്തറയിളക്കുന്ന ഒന്നായിരിക്കുമെന്നതിൽ സംശയമില്ല.